തലസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. 10 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക ജാഗ്രത. കുറ്റകൃത്യങ്ങൾ തടയാൻ 3 സബ് ഡിവിഷനുകൾ വേണമെന്ന് ശുപാർശ. വട്ടിയൂർക്കാവും വിഴിഞ്ഞത്തും പുതിയ സബ് ഡിവിഷനുകൾ അനിവാര്യം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് നൽകിയ ശുപാർശയുടെ പകർപ്പ് റിപ്പോർട്ടുണ്ട്. അഷിൻ ഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, തലസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലാണോ ഈ 3 സബ് ഡിവിഷനുകൾ രൂപീകരിക്കാനുള്ള സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്? അഷിൻ, ഡോക്ടർ അരുൺ, അത് തന്നെയാണ്. കാരണം ഈ ഒരു കഴിഞ്ഞ 2 മാസത്തിനിടെ വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യങ്ങളുടെ വർധനവാണ് ഈ എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല, വെഞ്ഞാറമൂട് കൊലപാതകം അതടക്കം ഇപ്പോൾ കേരളം കണ്ടില്ലാത്ത വിധത്തിൽ പലവിധ കൊലപാതക വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഇതിന് മുന്നോടിയായി, അതായത് ജനുവരി 4-ാം തീയതിയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് ഒരു കത്ത് നൽകുന്നത്. അതായത് പ്രധാനമായും 10 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ വലിയ രീതിയിൽ ക്രൈം റേറ്റുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലപാതക ശ്രമം, പീഡനം എന്നിവയാണ് വർദ്ധിക്കുന്നത്. 3 മടങ്ങ് വരെ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ശുപാർശ കത്തിൽ പറയുന്നത്. ഇത് തടയണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പല രീതിയിലുള്ള ഇടപെടലുകൾ വേണം. പ്രധാനമായും പോലീസ് സ്റ്റേഷൻ അതിൽ അവരുടെ ഒരു പുനഃക്രമീകരണം ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ ഒരു പുനഃക്രമീകരണം ഉണ്ടാകണം. മാത്രമല്ല, പുതിയ സബ് ഡിവിഷനുകൾ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ ഇതിൽ പറയുന്നത്. ഇനി ആ 10 പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞുതരാം. കഠിനംകുളം, മംഗലാപുരം, പോത്തൻകോട്, വട്ടപ്പാറ, അരുവിക്കര, വിളപ്പിൽശാല, മലയൻകീഴ്, നെടുവാമ്മൂട്, ബാലരാമപുരം, കാഞ്ഞിരംകുളം, ഈ 10 പോലീസ് സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ച് അവരുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ക്രൈം റേറ്റ് വർദ്ധിച്ചു. ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാനമായും ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങൾ തടയാൻ സ്റ്റേഷൻ പരിധികളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാത്രമല്ല, 3 സബ് ഡിവിഷനുകൾ വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വട്ടിയൂർക്കാവും വിഴിഞ്ഞത്തും പുതിയതായി ഒരു സബ് ഡിവിഷൻ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ ഒരു ശുപാർശ DGPക്ക് നൽകിയിട്ടുള്ളത്. കഴക്കൂട്ടം, മെഡിക്കൽ, ശ്രീകാര്യം, തുമ്പ എന്നിവയിലാണ് നിലവിൽ സൈബർ സിറ്റി സബ് ഡിവിഷനിൽ വരുന്നത്. ഇവയ്ക്ക് കൂടാതെ കഠിനംകുളം, മംഗലാപുരം, പോത്തൻകോട് എന്നീ പ്രദേശങ്ങൾ കൂടി റൂറലിൽ നിന്ന് മാറ്റി ഈ സൈബർ സിറ്റിയിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യമാണ് ഉള്ളത്. മറ്റൊന്ന്, ഫോർട്ട് സബ് ഡിവിഷനിൽ മലയൻകീഴ്, നെടുവാമ്മൂട് പ്രദേശങ്ങൾ കൂടി ചേർക്കണം. നിലവിൽ ഈ 2 പ്രദേശവും റൂറലിലാണുള്ളത്. അത് അവിടെ നിന്നും മാറ്റി ഫോർട്ട് സബ് ഡിവിഷനിൽ കീഴിലേക്ക് കൊണ്ടുവരണം എന്നതും ഒരു ആവശ്യമായുണ്ട്. മറ്റൊന്ന്, വട്ടിയൂർക്കാവ്, മണ്ണന്തല, വട്ടപ്പാറ, അരുവിക്കര, വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനുകൾ അത് കേന്ദ്രീകരിച്ച് വട്ടിയൂർക്കാവ് ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ വിഴിഞ്ഞത്തും ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കണം. അതിന് കീഴിൽ കൊണ്ടുവരേണ്ടത് വിഴിഞ്ഞം, കോവളം, തിരുവല്ലം, കാഞ്ഞിരംകുളം, ബാലരാമപുരം എന്നീ പ്രദേശങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ ഒരു സ്ഥലങ്ങൾ, ഈ റൂറൽ അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി ഇത് അവസാനിക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്രൈം റേറ്റുകൾ ഒരു കുത്തനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. 2015 ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് അത്യാവശ്യമായി തന്നെ ചെയ്യണം എന്നുള്ളതാണ്. സബ് ഡിവിഷനുകൾ രൂപീകരിക്കുന്നു. താങ്ക് യു. സബ് ഡിവിഷനുകൾ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡിവൈഎസ്പിമാരുടെ എണ്ണം കൂടുമെന്ന് തോന്നുന്നു. സബ് ഡിവിഷനുകൾ വരുന്നത് എന്തായാലും കൃത്യമായ മേൽനോട്ടം ഉണ്ടാവണം. ഒരു പ്രേക്ഷകൻ കാശി പറയുന്നത് പോലെ പോലീസിൽ ആളെ എടുക്കണം കേട്ടോ. CPയിലൊക്കെ കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. 30% പോലും അവർക്ക് നിയമനം കൊടുത്തിട്ടില്ല. അവരെയൊക്കെ ഇതിലേക്ക് എടുക്കുക, പുതിയ സബ് ഡിവിഷനുകൾ വരിക, കൂടുതൽ പോലീസ് സ്റ്റേഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുന്നു എന്നുള്ളത് കണക്കുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോലീസിന് കൂടുതൽ വിഭവശേഷി നൽകുകയും വേണം.